ആലപ്പുഴ ജില്ലയിൽ വിപുലമായ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ദേശീയ പതാക ഉയർത്തി. ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷം നടന്നു. ഭരണഘടനയുടെ പതിപ്പുമായാണ് മന്ത്രി റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾക്കായി റിക്രിയേഷൻ മൈതാനത്തെത്തിയത്. ഒരുപാട് വിജയകഥകൾ ഇന്ത്യയ്ക്കുണ്ട്. ആ വിജയകഥകളുടെ കാര്യത്തിൽ മാനവികതയുടെ മഹാസന്ദേശം ഉള്ളിൽ വെച്ചുകൊണ്ട് വർഗീയതയ്ക്കും വിഭാഗീയതയ്ക്കും വന്നു മേയാൻ കഴിയുന്ന ഇടമല്ല ഇന്ത്യയെന്ന് ഉറക്കെ പറയാൻ കഴിയണം. രാജ്യം റിപ്പബ്ലിക്കിന്റെ 76ാം ആഘോഷ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മഹാപോരാളികൾ ഔന്നത്യത്തിൽ നിന്നുകൊണ്ട് നടത്തിയ ചിന്തകളെ നമുക്ക് പ്രവൃത്തികളിലൂടെ സ്വാധീനിക്കാനാകണമെന്നും മന്ത്രി പറഞ്ഞു. മുഖ്യാതിഥിയായ മന്ത്രി പി പ്രസാദിനെ ജില്ലാ കളക്ടർ അലക്സ് വർഗീസും ജില്ലാ പോലീസ് മേധാവി എം പി മോഹനേന്ദ്രനും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് മന്ത്രി പി പ്രസാദ് ദേശീയ പതാക ഉയർത്തി. തുടർന്ന് മന്ത്രി പരേഡ് പരിശോധിച്ചു. കുത്തിയതോട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറും പരേഡ് കമാൻഡറുമായ എം അജയ് മോഹന്റെ നേതൃത്വത്തിൽ ബാൻഡ് ഉൾപ്പെടെ 18 പ്ലാറ്റൂണുകളാണ് പരേഡിൽ അണിനിരന്നത്. ഇന്ത്യക്കാരുടെ അഭിമാന റിപ്പബ്ലിക്കായ മുഹൂർത്തമാണ് 1950 ജനുവരി 26. നമുക്കായി ഒരു ഭരണഘടന ഉണ്ടാക്കപ്പെടുകയും ആ ഭരണഘടനയുടെ ബലത്തിൽ ഇന്ത്യ മുന്നേറുകയും ചെയ്തു എന്നത് ഓരോ ഭാരതീയൻ്റെയും ഉള്ളിൽ അഭിമാനത്തിൻ്റെ തിരിയിളക്കങ്ങൾ സമ്മാനിക്കുന്ന ഉജ്ജ്വലമായ ചരിത്രം തന്നെയാണ്. നമ്മുടെ നാട് രൂപപ്പെടുത്തിയെടുത്ത ഭരണഘടന ഈ നാടിന് എല്ലാ അർത്ഥത്തിലുമുള്ള പുരോഗതിയെയും വികസനത്തെയും തന്നെയായിരുന്നു ലക്ഷ്യം വെച്ചത്. ആ വഴികളിലൂടെയാണ് ഇന്ത്യ മുന്നോട്ടേക്ക് കുതിക്കണം എന്ന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ധാരകളിലൂടെ ഉയർന്നു പൊന്തി വന്ന ഒരു ജനത അവരുടെ ഉള്ളിൽ ചേർത്ത് വെച്ച ആഗ്രഹങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. 2 വർഷവും 11 മാസവും 18 ദിവസവും എടുത്ത് നാം ഒരു ഭരണഘടനയെ സൃഷ്ടിച്ചെടുത്തു. ആ ഭരണഘടന ഒരു പരമാധികാര റിപ്പബ്ലിക്കായി നമ്മളെ മാറ്റിത്തീർത്തു. അതേവരെ ഉണ്ടായിരുന്ന ഡൊമീനിയൻ പദവി ബ്രിട്ടീഷ് കോമൺവെൽത്തിലെ സ്വതന്ത്രമായ പരമാധികാരമല്ലാത്ത മറ്റു ചില അവകാശങ്ങൾ മാത്രമുള്ള ഒരു ഡൊമീനിയൻ പദവിയിൽ നിന്നും ഇന്ത്യ റിപ്പബ്ലിക്കായി മാറി. 1935 ഇന്ത്യ ആക്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് പകരമായി ഒരു രാജ്യത്തിൻ്റെ ഭരണഘടനയെ സൃഷ്ടിച്ചെടുത്തു. ഇങ്ങനെ പറയാൻ ഒരുപാട് അഭിമാന മുഹൂർത്തമുണ്ട് ഇതുമായി ചേർത്ത് വെച്ച്. നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ അഭിമാനത്തിന് ഏറ്റവും പ്രമുഖമായ പതാകയെ ആകാശത്തെ ചുംബിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി ഉയർത്തുമ്പോൾ നമ്മിലെല്ലാം ഉയർന്നു പൊന്തുന്നത് ഇന്നലകളിൽ ഈ നാട് ഇതിനായി പ്രയത്നിച്ച പോരാട്ടങ്ങളുടെ ചരിത്രം തന്നെയായിരിക്കേണ്ടതുണ്ട്. എത്രയോ ഉജ്ജ്വലമായ സമരവീഥികളിൽ നിന്നാണ് രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ അനന്തവിഹായസിലേക്ക് ഉയർന്നു പൊന്തി വന്നത്. 1947 ആഗസ്റ്റ് മാസം 14-ാം തീയതി അർദ്ധരാത്രിക്ക് ഇന്ത്യ ഉറങ്ങാതെ ഉണർന്നിരിക്കുമ്പോൾ ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ സഭയിൽ അവിടെ വെച്ചാണ് ഹൻസ് മേത്ത എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖയായ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ വനിതാ അംഗം ഇന്ത്യയിലെ അമ്മമാർക്കായി, ഇന്ത്യയിലെ സ്ത്രീകൾക്കായി ഈ ദേശീയ പതാകയെ തയ്യാറാക്കി ബാബു രാജേന്ദ്ര പ്രസാദിന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചത്.